എന്താ ഡിഫറൻസ് എന്ന് എക്സ്പ്ലെയിൻ ആ ചെയ്യാമോ? രണ്ടും ഒന്ന് തന്നെയാണ്, സെയിം ആണ്, ഡിഫറെന്റ് അല്ല. ഡിഫറെന്റ് ആയിട്ടുള്ളത് ഈ PCO എന്ന് പറഞ്ഞാല് നമ്മളെ ഈ ഓവറീസിൽ മൾട്ടിപ്പിൾ ഫോളിക്കിൾസ് ആയിട്ട് കാണുന്നതാണ്. ഓവറിയിൽ ഫോളിക്കിൾസിന്റെ കോൺഫിഗറേഷൻ മാറുന്നതാണ് PCO. അത് പിന്നെ യൂഷ്വലി അനോവുലേറ്ററി സ്റ്റേറ്റിലുള്ളവർ ഏതൊരാൾക്കും സ്കാൻ ചെയ്ത് നോക്കിയാൽ ഓവറീസിൽ അങ്ങനെ കാണും. അപ്പൊ നമുക്ക് മെൻസസ് കറക്റ്റ് വരാത്തവർക്ക്, ഇപ്പൊ ചെറിയ കുട്ടികൾക്ക്, പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് മെൻസസ് തെറ്റിയവർക്ക്, അല്ലെങ്കിൽ മെൻസസ് മെനോപോസിലേക്ക് പോകുന്ന ഏജിൽ ഒക്കെ ഈ PCO ലൈക്ക് പിക്ചർ പിന്നെ ഓവറീസിൽ കാണും. അപ്പൊ ഓവറി സ്കാൻ ചെയ്തിട്ട് പിന്നെ PCO കണ്ട്, പോളിസിസ്റ്റിക് ഓവറി കണ്ട് ഉടനെ PCOD അല്ലെങ്കിൽ PCOS ആണെന്ന് പറയാൻ പാടില്ല. PCOD ഉള്ളവർക്ക് എപ്പോഴും എനോവുലേഷൻ ഉണ്ടാവും. ഇടക്കിടക്ക് ആർക്കായാലും ഇടക്കിടക്ക് എനോവുലേഷൻ ഉണ്ടാവും. പക്ഷെ PCOD ഉള്ളവർക്ക് ഓവുലേറ്ററി സൈക്കിൾസ് വളരെ കുറവായിരിക്കും. അവർക്ക് മിക്കവാറും അവര് എനോവുലേഷനിലായിരിക്കും. അപ്പൊ എപ്പോ സ്കാൻ ചെയ്താലും PCOD കാണുന്നുണ്ടെങ്കിൽ, അപ്പൊ PCOD ഡിറ്റക്ട് ചെയ്യാൻ, ഡയഗ്നോസ് ചെയ്യാൻ പിന്നെ സ്കാനിന്റെ ആവശ്യമില്ല. ആക്ച്വലി അവരുടെ ഹിസ്റ്ററി ആണ് കൂടുതൽ ബെറ്റർ. അവർക്ക് എപ്പോഴും രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. എപ്പോഴും പിന്നെ അവര് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ടാവും. മെൻസ്ട്രൽ സൈക്കിൾസ് ഒരിക്കലും റെഗുലർ ആയിട്ട് വരികയില്ല. വേറൊരു കാര്യം, അവർക്ക് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആ ഫെർട്ടിലിറ്റിക്ക് ട്രൈ ചെയ്യുമ്പോൾ അവർക്ക് വിത്തൗട്ട് ട്രീറ്റ്മെന്റ്, ഇപ്പൊ ഇന്ന് വന്നൊരു പേഷ്യന്റ് പറഞ്ഞു, പിന്നെ എന്നെ കുറച്ചു കാലം മുമ്പ് സ്കാൻ ചെയ്തിട്ട് PCOD ആണെന്ന് പറഞ്ഞു. അപ്പൊ പേഷ്യന്റ് ഹിസ്റ്ററി എടുത്തപ്പോൾ കല്യാണത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു അപ് ടു 23 years ഓഫ് ഏജ് ഷി വാസ് ഹാവിങ് റെഗുലർ സൈക്കിൾസ് ഒക്കെ റെഗുലർ ആയിരുന്നു. പിന്നെ കല്യാണത്തിന് ശേഷം അത് ഇറഗുലർ ആയിട്ടാണ് പറയുന്നത്. പിന്നെ കഴിഞ്ഞ 4 കൊല്ലത്തിനുള്ളിൽ പേഷ്യന്റ് 2 പ്രാവശ്യം ഗർഭിണിയായി. ഇത് സെക്കൻഡ് പ്രഗ്നൻസിയാണ്. അപ്പൊ അവിടെ ഫെർട്ടിലിറ്റി ഇഷ്യൂ ഇല്ല, ട്രീറ്റ്മെന്റ് എടുത്തിട്ടല്ല പ്രഗ്നന്റ് ആയത്. അപ്പൊ ഈ 2 കാരണങ്ങൾ കൊണ്ട് നമുക്ക് സ്കാനിന്റെ ആവശ്യമില്ല. അവിടെ ഈ പേഷ്യന്റ് PCOD അല്ല. ഇനി സ്കാനില് PCO കണ്ടാലും അവര് PCODയോ PCOSോ അല്ല. PCODയും PCOSും ചില ഓതേഴ്സ് വേറെ വേറെ കാര്യങ്ങൾ എഴുതുന്നേ ഉള്ളൂ. ഓരോ ബുക്കിൽ ചിലതിൽ PCOD എന്നുണ്ടാവും, ചിലതിൽ PCOS എന്നുണ്ടാവും. പക്ഷെ ഇന്ന് നമ്മളെ സിറ്റുവേഷനിൽ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് PCOD ആണ്, PCOS എന്നുള്ള ടെർമിനോളജി അല്ല. ഒന്ന് PCOD എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്, S എന്ന് പറഞ്ഞാൽ സിൻഡ്രോം, PCOS. അത്രേ ഉള്ളൂ. ഇതും കൂടെ വേണമെങ്കിൽ നമുക്ക്, കാര്യം ഇത് എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്. എന്നാലും പോസ്റ്റ് കോവിഡിന് ശേഷമുള്ള ഹാർട്ട് ഫെയിലിയർ കാരണം വാക്സിൻ ആണോ എന്ന്. പോസ്റ്റ് കോവിഡ് എന്ന് പറയുമ്പോൾ കോവിഡിന് ശേഷമാണ്, അതോ വാക്സിനേഷന് ശേഷം? അതെ, എന്താണ് ഉദ്ദേശിച്ചത്? വാക്സിനേഷൻ ശേഷം